നമസ്കാരം. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കാം. പി സി ജോർജ് ഇപ്പോൾ വീണ്ടും രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. പി സി ജോർജ് പറഞ്ഞിരിക്കുന്നു, ഈ പറയുന്ന കാര്യത്തിൽ CBI അന്വേഷണം വേണം. നിലമ്പൂർ MLA PV അൻവറിനെതിരെ CBI അന്വേഷണം വേണം. അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള തരത്തിലൊക്കെ ഉള്ള പരാമർശവുമായി പി സി ജോർജ് രംഗത്തേക്ക് വന്നിരിക്കുന്നു എന്ന് നമുക്ക് കാണാം. നമുക്ക് പി സി ജോർജിനെ കുറിച്ച് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. പി സി ജോർജ് എന്ന് പറയുന്ന ആള് ഇപ്പോൾ നിൽക്കുന്നത് ഒരു BJP പ്രവർത്തകൻ എന്നുള്ള നിലയിൽ മാത്രമാണ് പി സി ജോർജ് ഇപ്പോൾ നിലനിൽക്കുന്നത്. നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കുറച്ചു കാലത്തിന് മുമ്പ് ഏകദേശം 2007 കാലഘട്ടത്തിലേക്ക് നമുക്കൊന്ന് പോയി കഴിഞ്ഞാൽ പി സി ജോർജിന് കേരള കോൺഗ്രസ് സെക്യുലർ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. ആ വിഭാഗത്തിൽ നിന്ന് അവിടെ നിന്ന് ജയിച്ച് ഒരു MLA ആയി ഇരിക്കുന്ന സാഹചര്യവും പി സി ജോർജിൻ്റെ ഒരു പഴയകാല ചരിത്രത്തിനിടയിൽ എപ്പോഴും ഉണ്ട്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പോവുകയായിരുന്നു. ആ സമയത്താണ് മൂന്നാറിൽ ഒരു ഭൂമിയിടപാട് തട്ടിപ്പുണ്ടാകുന്നത്. അന്ന് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ കേരള കോൺഗ്രസിൽ ഒരുപാട് ഗ്രൂപ്പുകളുണ്ടല്ലോ. അതിൽ ജോസഫ് എന്ന് പറയുന്ന ഗ്രൂപ്പും അന്ന് ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അങ്ങനെ വന്ന സാഹചര്യത്തിൽ അവിടെ ഈ പറയുന്ന മൂന്നാറിൽ ഒരു ഭൂമി തട്ടിപ്പ് കേസിൽ അന്നത്തെ ഇടതുപക്ഷ ആളായിരുന്ന ജോസഫ് ഗ്രൂപ്പിലെ MLA ആയിരുന്ന TU കുരുവിളയ്ക്ക് പങ്കുണ്ട് എന്നുള്ള തരത്തിൽ ഒരു അന്വേഷണം അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തൽ പി സി ജോർജ് നടത്തിയിരുന്നു. അപ്പോൾ അങ്ങനെ പ്രശ്നമായി, അത് അന്വേഷണത്തിലേക്ക് എത്തി. അപ്പം അന്ന് ചീഫ് സെക്രട്ടറി അതിനെക്കുറിച്ച് ഈ പരാതി ഉയർന്നതിനെക്കുറിച്ച് അന്വേഷണമൊക്കെ നടത്തി. അന്വേഷണത്തിൽ TU കുരുവിളയുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് കണ്ടെത്തുകയും TU കുരുവിളയ്ക്ക് ആ സമയത്ത് തൻ്റെ സ്ഥാനം രാജിവെച്ച് പുറത്തേക്ക് പോകേണ്ടതായിട്ടും വന്നു. അപ്പം എന്നാൽ അവിടെ അവസാനിച്ചോ? ഇല്ല. അവിടെ പി സി ജോർജ് വേട്ടയാടപ്പെടുകയായിരുന്നു. വേട്ടയാടപ്പെടുക എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. എങ്കിൽ പോലും പി സി ജോർജിൻ്റെ ഇടയ്ക്ക് ചോദിച്ചു, നിങ്ങളോടത് ആര് പറഞ്ഞു ചെയ്യാൻ? LDFൻ്റെ ഒരു ഘടകകക്ഷിയായിട്ടിരിക്കുന്ന സമയത്ത് അതേ മുന്നണിയിലെ ഒരു ഘടകകക്ഷിയെക്കുറിച്ച് അല്ലെ അതിലെ ഒരു നേതാവിനെക്കുറിച്ച് ഒരു വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ പാർട്ടിയുമായി അല്ലെങ്കിൽ ഈ പറയുന്ന LDFുമായി ഒരു ചർച്ച നടത്തുകയും LDFൻ്റെ അനുമതിയും ആവശ്യമാണ് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. അതേസമയം പി സി ജോർജ് ഇന്ന് ചെയ്യുന്ന പോലെ തന്നെയാണ് അന്നും ചെയ്തത്. ആരോടും ചോദിക്കാതെ ഓരോന്ന് വിളിച്ചു പറയുന്നു, ഒരു അഴിമതി ആരോപണം കൊണ്ടുവരുന്നു, അന്വേഷണം നടക്കുന്നു, ഒടുവിൽ പിരിച്ചുവിടുകയും ചെയ്യുന്നു. ഒടുവിൽ LDFിൽ നിന്ന് പുറത്തായി. LDFിൽ നിന്ന് പുറത്തായ നേരെ അദ്ദേഹം മാണി ഗ്രൂപ്പിൽ പോയി ചാടിക്കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ DNA ആണ് പറയുന്നത് പി സി ജോർജിന്. ഇപ്പം പൊളിറ്റിക്കൽ DNA എന്ന് പറയുന്ന വാക്കിന് വളരെയധികം പ്രസക്തി ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അവിടെ നിന്ന് പി സി ജോർജ് നേരെ പോയി ചാടിയത് മാണി ഗ്രൂപ്പിലേക്കാണ്. മാണി ഗ്രൂപ്പിൽ നിന്നും മാണിയുടെ ഇഷ്ടക്കേടുണ്ടായി, മാണിയെക്കുറിച്ച് അനാവശ്യമായ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. അവസാനം മാണി ഗ്രൂപ്പിൽ നിന്ന് ചാടി വീണ്ടും UDFൻ്റെ ഭാഗമായി ചേർന്നു. ആ UDFൻ്റെ ഭാഗമായി നിലനിൽക്കുന്ന സമയത്താണ് അന്ന് ഒരു വലിയ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നതും ആ തെരഞ്ഞെടുപ്പിൽ UDFന് ഒപ്പം നിന്നുകൊണ്ട് തന്നെ ചീഫ് വിപ്പ് സ്ഥാനം അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. അങ്ങനെ പി സി ജോർജ് UDFൻ്റെ ഒരു MLA ആയും ചീഫ് വിപ്പായും തുടരുന്ന ആ കാലഘട്ടത്തിലാണ് കേരളത്തെ മുഴുവൻ പിടിച്ചുലച്ച അല്ലെ കേരളത്തിൽ ഏറ്റവും അധികം പ്രശ്നമുണ്ടാക്കിയ അല്ലെങ്കിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ സോളാർ കേസ് ഉയർന്നു വരുന്നത്. ആ സോളാർ കേസ് ഇങ്ങനെ ഉയർന്നു വന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ള ആൾക്കാർ അതിനകത്ത് കുറ്റക്കാരാണെന്നും കേരളത്തിലെ എല്ലാവിധ കോൺഗ്രസ് പ്രവർത്തകരും ഈ പറയുന്ന സ്കാമിൽ ഈ പറയുന്ന അഴിമതിക്കുള്ളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കിയത് ഉമ്മൻചാണ്ടിയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നും ഉമ്മൻചാണ്ടിക്ക് പരാതിക്കാരിയായ സ്ത്രീയുമായി അവിഹിതമായ ബന്ധമുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ നാട് എങ്ങും പടച്ചുവിടുകയും അങ്ങോട്ട് ചെന്നൈയിലോ കോയമ്പത്തൂരോ മറ്റോ ഇത് സംബന്ധിച്ച CD ഇരിപ്പുണ്ടെന്നും ഇതിന് വേണ്ടിയിട്ട് ആ CD എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു മാധ്യമപ്പടയും ഇവിടെ നിന്നുള്ള അന്വേഷണ സംഘവും കൂടി നേരെ അവിടേക്ക് പോകുന്നതൊക്കെ നമ്മൾ കണ്ടാണ്. ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കം തന്നെയാണ്, അധികാര തർക്കം തന്നെയാണ് എന്നുള്ളത് വാസ്തവം. അതവിടെ ഇരിക്കട്ടെ. എന്നിട്ട് പി സി ജോർജ് എന്താണ് ചെയ്തത്? പി സി ജോർജ് പറഞ്ഞു, ഈ പരാതിക്കാരിയായ സ്ത്രീയും ഉമ്മൻചാണ്ടിയും തമ്മിൽ ഓഫീസിൽ വെച്ചിട്ടുള്ള അനാവശ്യമായി കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ ഇവരെ രണ്ടുപേരെയും കൂടി കണ്ടു. അപ്പം അദ്ദേഹം അന്ന് ഓഫീസിന് ഉള്ളിൽ ലുങ്കി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നുണപ്രചരണങ്ങൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ നുണപ്രചരണം നടത്തി ഒടുവിൽ പറഞ്ഞ് നിങ്ങൾക്ക് ഇനി ഇവിടെ തുടരാൻ യാതൊരു യോഗ്യതയില്ല. കാര്യം നിലവിലൊരു മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരാളെക്കുറിച്ച് അതേ മുന്നണിയിലുള്ള ഒരാൾ അനാവശ്യമായ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞ് പടച്ചു വിടുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്കിനി ഈ മുന്നണിയിൽ തുടരാൻ യാതൊരു ധാർമ്മികമായ ഉത്തരവാദിത്വമോ ഇല്ല എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ചീഫ് വിപ്പ് സ്ഥാനം രാജിവെക്കണം. അങ്ങനെ പി സി ജോർജ് ചീഫ് വിപ്പ് സ്ഥാനം രാജിവെച്ച് അവസാനം MLA സ്ഥാനം അദ്ദേഹത്തിൻ്റെ തെറിപ്പിക്കുമെന്നുള്ളൊരു അവസ്ഥ വരെ എത്തിയതാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിലെത്തി അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. സ്പീക്കറായിരുന്ന ആൾ അദ്ദേഹത്തിൻ്റെ MLA സ്ഥാനം അദ്ദേഹത്തെ അയോഗ്യത കൽപ്പിക്കുകയുണ്ടായി.
പക്ഷേ അദ്ദേഹം ഹൈക്കോടതിയിലേക്ക് പോയി സ്റ്റേ ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നപ്പോഴേക്കും ഇവിടെ അടുത്ത തെരഞ്ഞെടുപ്പിനുള്ള 16 തെരഞ്ഞെടുപ്പിനുള്ള കോപ്പ് കൂട്ടുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ പി സി ജോർജ് പിന്നീട് ഈ പറയുന്ന വെളിപ്പെടുത്തലുകളും വെളിപാടുകളും ഒക്കെ ആയിട്ട് പുറത്തേക്കിറങ്ങി ജനപക്ഷം എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിച്ചു. പക്ഷേ ആ പാർട്ടി രൂപീകരിച്ച് ഒരു തവണ കൂടി അദ്ദേഹം ഈ ഇവിടേക്ക് കയറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ ജനപക്ഷം എന്ന് പറയുന്ന പാർട്ടി അപ്രസക്തമായി മാറുകയും ചെയ്തു. ജനപക്ഷം രൂപീകരിച്ചുകൊണ്ട് ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമാകാം എന്ന് കരുതിയ അദ്ദേഹത്തിന് തെറ്റി. LDF ചാടാമെന്ന് വിചാരിച്ചാൽ LDF അടുപ്പിക്കത്തില്ല. കാര്യം TU കുരുവിളയുടെ ആ 2007 അനുഭവം ഓർമ്മയുള്ളതുകൊണ്ട് പി സി ജോർജിനെ LDF അടുപ്പിക്കത്തില്ല. അതിനുശേഷം UDF ചേക്കാറാനുള്ള ശ്രമവും അവിടെ പാളിയതിന് പ്രധാനപ്പെട്ട കാരണം ഇവിടെ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് തോന്നിവാസം പറഞ്ഞ് പരത്തുകയും അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്ത് സ്പീക്കർ അയോഗ്യത കൽപ്പിച്ച ഒരാൾ കൂടിയാണ്. അപ്പോൾ UDF അടുപ്പിക്കത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം NDAയുടെ ഭാഗമായി നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ NDAയുടെ ഭാഗമായി നിന്നുകൊണ്ട് പല പ്രലോഭനങ്ങളിലും വശംവദനായി ഇപ്പോൾ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ NDAയിൽ ചേർന്നു. NDA ചേർന്നതിൻ്റെ സ്വന്തം മണ്ഡലത്തിൽ നിന്നുകൊണ്ട് സ്വന്തം മണ്ഡലത്തിലെ മുസ്ലിം സഹോദരങ്ങളെ അനാവശ്യം വിളിച്ചു പറഞ്ഞു. അവർ തീവ്രവാദികളാണ് എന്ന് വിളിച്ചു പറഞ്ഞു. ഒടുവിൽ നാട്ടുകാർക്കും വേണ്ടാത്ത ഒരവസ്ഥയിലേക്ക് സ്വന്തമായി തോക്ക് വരെ ഈ ഇടുപ്പിൽ കൊണ്ടുകടന്ന ഒരു MLAക്കാണ് ഈ ദാരുണ അവസ്ഥ ഉണ്ടായത് എന്ന് ആലോചിച്ച് നോക്കണം. അതിനെ ആരൊക്കെയോ ആക്രമിക്കാൻ വരുന്നു എന്നുള്ള പേരിൽ തോക്കും കയ്യിൽ കൊണ്ടു കടന്ന ഒരാളാണ് പി സി ജോർജ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനുശേഷം പി സി ജോർജ് NDA മുന്നണിയും BDJSനെയും കൂടെ കൂട്ടിയേർന്നുകൊണ്ട് എന്തൊക്കെയോ വരുത്തി തീർക്കാൻ പോകണു എന്നുള്ള ഒരു സംഭവമൊക്കെ കൊണ്ടുവന്നു. പക്ഷേ ഒന്നും അങ്ങോട്ട് ഏറ്റില്ല. അങ്ങനെ ഏൽക്കാതെ വന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും അദ്ദേഹത്തിന് അടുത്ത ഒരു ബോധോദയം ഉണ്ടാകുന്നു. അദ്ദേഹം നേരെ എല്ലാ കുപ്പായം ജനപക്ഷത്തിൻ്റെ കുപ്പായം എല്ലാം വലിച്ചു കീറി ഇതുവരെ അടിച്ചു വെച്ചിരുന്ന പോസ്റ്ററെല്ലാം കത്തിച്ച് കളഞ്ഞ് മൊത്തത്തിൽ ഒരു ശുദ്ധികലശമൊക്കെ നടത്തി നേരെ ഒരു BJPയുടെ പാളയത്തിലേക്ക് എത്തി. അങ്ങനെ ചെന്നിട്ട് നേരെ പ്രകാശ് ജാവദേക്കറിനെയൊക്കെ കണ്ടിട്ട് നേരെ ചെന്ന് BJPയുടെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ചു. അങ്ങനെ ഒരു തീർത്തും സംഘപരിവാറുകാരനായി അദ്ദേഹം മാറി. തീർത്തും ഒരു BJPക്കാരനായി മാറി. അതിനു മുമ്പ് തന്നെ അദ്ദേഹം നമ്മൾ ഈ ദീപം കൊളുത്തുന്ന സമയത്ത് പൂക്കൾ അതിൻ്റെ മേലെ ഇടരുത് തുടങ്ങിയ ഒരുപാട് വിവാദപരമായ പരാമർശങ്ങളൊക്കെ അദ്ദേഹം നടത്തി മണ്ടത്തരം വിളമ്പിക്കൊണ്ടിരുന്ന ഒരാളാണ് അദ്ദേഹം. അങ്ങനെ സംഭവങ്ങളൊക്കെ നടന്നു വന്നു. പിന്നീട് ഇപ്പോൾ പി സി ജോർജ് ഈ പറയുന്ന BJPയിലേക്ക് ചാടിക്കഴിഞ്ഞപ്പോൾ പി സി ജോർജ് വിചാരിച്ചു പത്തനംതിട്ട മണ്ഡലം നൈസായിട്ട് എൻ്റെ പോക്കറ്റിൽ കിടക്കുമെന്ന് വിചാരിച്ചു. അവിടെയും പി സി ജോർജിൻ്റെ എല്ലാ പ്രതീക്ഷകളും അസ്ഥാനത്തായി. പി സി ജോർജ് എങ്ങനെയെങ്കിലും അവിടെ പത്തനംതിട്ടയിൽ ഒരു സീറ്റ് ഒപ്പിച്ചെടുക്കുക എന്ന് കരുതി അവിടെ അവരുടെ കാൽക്കൽ വീണമെങ്കിൽ പോലും അവർ വേറൊരു കാര്യം ചിന്തിച്ചു. അവിടെ കൊണ്ടുവന്ന് അനിൽ ആന്റണിയെ മത്സരിപ്പിച്ചു. അപ്പോൾ അടുത്ത പറച്ചിലായി അനിൽ ആന്റണിയെ അവിടെ നാട്ടുകാർക്കാർക്കും അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ തന്നെ നിന്നാലേ ശരിയാവും, ഒരു പരിചയമില്ലാത്ത സ്ഥാനാർത്ഥി അവിടെ കെട്ടിയിറക്കുന്നതുകൊണ്ട് യാതൊരു ഗുണവും പാർട്ടിക്ക് ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. സത്യത്തിൽ അതാണ് സത്യം. അവിടെ ഇനിയിപ്പോൾ ആര് നിന്ന് പറഞ്ഞാലും BJPയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ BJPക്കാരനായ ഒരു സ്ഥാനാർത്ഥിക്ക് പത്തനംതിട്ട മണ്ഡലത്തിൽ നിന്ന് വോട്ട് ലഭിക്കാൻ പോകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അവിടെ ജയിക്കാനും പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ ശബരിമല വിഷയം കത്തിജ്വലിച്ച് സ്വന്തം ഷർട്ടും കീറി നിന്ന കെ സുരേന്ദ്രന് കഴിഞ്ഞ തവണ കിട്ടേണ്ടതല്ലേ? അപ്പോൾ അതും കിട്ടിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ പത്തനംതിട്ടയും അപ്രസക്തമായി മാറി. അതോടുകൂടി പി സി ജോർജ് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ ഔട്ടാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. ഇനിയിപ്പോൾ എന്ത് എന്നുള്ള ഒരു കാര്യം ആലോചിച്ച് മേലോട്ട് നോക്കി ഇന്നപ്പോഴാണ് ഇപ്പോൾ PV അൻവറിൻ്റെ ഈ പ്രസ്താവനകൾ വരുന്നതും അതിന് കയറി കൊളുത്തുന്നതും. ഉടനെ CBI അന്വേഷണം വേണം, മുഖ്യമന്ത്രിക്കെതിരെ CBI അന്വേഷണം, ശശിക്കെതിരെ CBI അന്വേഷണം, അവർക്കെതിരെ CBI അന്വേഷണം. കാര്യം ഇപ്പം സംഘപരിവാറുകാർക്കെല്ലാം CBI അന്വേഷണം നടത്തുക എന്നുള്ളതാണ് ഇഷ്ടമുള്ള കാര്യം. അങ്ങനെ പി സി ജോർജ് ഒരു സൈഡായി മാറി. ഇപ്പം അതേ പി സി ജോർജിൻ്റെ അതേ വഴിയിൽ കൂടെ തന്നെയാണ് അതേ ഈ പറയുന്ന PV അൻവർ സഞ്ചരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ ഡിക്കിൽ നിന്നും കോൺഗ്രസ്, DIC, സ്വതന്ത്രൻ, ഇടതു സ്വതന്ത്രൻ, ഇങ്ങനെ 3-4 ഘട്ടങ്ങളിലൂടെ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് PV അൻവർ എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പം ഈ ഘട്ടങ്ങളിലൂടെ കടന്നു വന്ന് നിലനിൽക്കുന്ന പാർട്ടിയെക്കുറിച്ചും അപവാദം പറഞ്ഞു വരത്തി, നിലനിൽക്കുന്ന മുന്നണിയെക്കുറിച്ചും അപവാദം പറഞ്ഞു വരത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന PV അൻവറിൻ്റെ അവസ്ഥയും ഇനി മറ്റൊന്നാവാൻ യാതൊരു സാധ്യതയുമില്ല. കാര്യം ഈ പറയുന്ന രീതിയിൽ മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ച് നോക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ നമുക്ക് മുഖവിലേക്ക് എടുക്കാമെന്ന് തന്നെ കരുതാം. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ മുഖവിലേക്ക് എടുത്തുകൊണ്ട് DGP തലത്തിൽ ഒരു അന്വേഷണം ഈ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഈ അന്വേഷണത്തിൻ്റെ വഴിക്ക് തന്നെ പോകും. ഈ വഴിക്ക് തന്നെ പോയതിന് ശേഷം ഒന്നുകിൽ ആ പറയുന്ന ആൾക്കാർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തും, അല്ലെങ്കിൽ തെളിവുകളുടെ അഭാവം കാരണം അവർ കുറ്റക്കാരല്ല എന്ന് വേണമെങ്കിൽ DGPയുടെ അന്വേഷണ റിപ്പോർട്ടും വരും. ഈ റിപ്പോർട്ടുകളെല്ലാം അവസാനിക്കുന്നു. ഈ വിഷയം മാധ്യമപ്രവർത്തകരെല്ലാം കൂടി എടുത്ത് ഇപ്പോൾ കൊണ്ടു നടക്കലൊന്നുമില്ല. മാധ്യമപ്രവർത്തകരെ സമയമെടുത്തോളം അടുത്തടുത്ത വിഷയങ്ങൾ അവർക്ക് വന്നുകൊണ്ടേയിരിക്കും. ആ സമയത്ത് PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം താഴെ പോവുകയും ചെയ്യും. പക്ഷേ നിലവിൽ രാഷ്ട്രീയമായി ഒരു സ്ഥാനമില്ലാതാകാൻ പോകുന്നത് ശരിക്കും PV അൻവറിനായിരിക്കും.
നമുക്ക് മുൻപേ ഉണ്ടായിരുന്ന ഇദ്ദേഹത്തിൻ്റെ പി.സി. ജോർജിൻ്റെ അതേ അവസ്ഥയിലേക്ക് തന്നെ പി.വി. അൻവർ എത്തും. ഈ പി.വി. അൻവറിനെ ഇനിയും ഒന്ന് ഒരു ഭയത്തോടു കൂടി തന്നെയായിരിക്കും UDF-കാർ എടുക്കുന്നെങ്കിൽ ചെയ്യുക. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ ഇടത്തോട്ടുമില്ല വലത്തോട്ടുമില്ല നടുക്കിരിക്കാനാണ് താല്പര്യം എന്നാണ് പി.വി. അൻവർ പറയുന്നത്. ഇനി ഒരു കാരണവശാലും അദ്ദേഹം ഈ പറയുന്ന പോലെ BJP പാളയത്തിലേക്ക് പോകുമോ എന്ന് ചോദിച്ചാൽ ഇനി അതും പറയാൻ പറ്റില്ല. ഇനി ആ രീതിയിലുള്ള നീക്കം നടക്കുമോ എന്നും അറിയത്തില്ല. പക്ഷേ BJP-യിലേക്ക് പോയവരെല്ലാം പുലിവാല് പിടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് BJP-യിലേക്ക് പോകുമോ എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ. അപ്പം ഇനിയിപ്പോൾ മാധ്യമങ്ങൾ കൊണ്ടു നടക്കുന്നു എന്ന് പറയുന്നു. മാധ്യമങ്ങളെല്ലാം പി.വി. അൻവറിൻ്റെ പിന്നാലെ ഇപ്പോൾ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. നമുക്കറിയാം പി.സി. ജോർജിന് ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പി.സി. ജോർജും ഇതേ അവസ്ഥയിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അതായത് പി.സി. ജോർജ് എവിടെയെങ്കിലും വന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ മാധ്യമപ്രവർത്തകരെല്ലാം കൂടി അദ്ദേഹത്തിൻ്റെ ഒരു ബൈറ്റ് എടുക്കാനായിട്ട് പോകും. കാര്യം അവിടെ നിന്ന് ഒരു ബൈറ്റ് കിട്ടും. അതോടൊപ്പം എന്തെങ്കിലും എരിവും പുളിവും ചൂടും ഒക്കെ ഉള്ള സാധനമായിരിക്കും, ഒരു സ്പൈസി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലത്തെ വാക്കുകളായിരിക്കും പലപ്പോഴും പി.സി. ജോർജിൻ്റെ വായിൽ നിന്ന് വീഴുക. ചിലപ്പോൾ തെറി പറയാറുണ്ട്, പൊട്ടിത്തെറിക്കാറുണ്ട്, ചിലപ്പം പിണറായി വിജയനെയും എല്ലാം. ആ പി.സി. ജോർജിൻ്റെ ട്രാക്ക് എന്ന് പറഞ്ഞാൽ അതാണ്, തെറി പറഞ്ഞുകൊണ്ട് പോപ്പുലർ ആകുക അല്ലെങ്കിൽ എന്തെങ്കിലും അനാവശ്യം പറഞ്ഞുകൊണ്ട് പോപ്പുലർ ആകുക എന്നുള്ളതാണ് പി.സി. ജോർജിൻ്റെ ട്രാക്ക്. അപ്പം നിലവിലുള്ള വ്യവസ്ഥിതിയിൽ ഇപ്പോൾ എല്ലാവരും മഴ നനഞ്ഞ് മഴയത്ത് കുടയും പിടിച്ചുകൊണ്ട് വടക്കോട്ട് പോവുകയാണെങ്കിൽ ഈ മഴയത്ത് തന്നെ കുടയില്ലാതെ തെക്കോട്ട് കുടമടക്കി കക്ഷത്തി വെച്ചുകൊണ്ട് തെക്കോട്ട് പോകുന്ന ശീലമാണ് പി.സി. ജോർജിനുള്ളത്. അതായത് ഇപ്പോൾ ഒരു പീഡന പരാതി നടക്കുകയാണെങ്കിൽ അതിൻ്റെ വേട്ടക്കാരനൊപ്പം നിൽക്കുക, എങ്കിലേ മാധ്യമ ശ്രദ്ധ കിട്ടുകയുള്ളൂ. ഇപ്പം അന്ന് ഈ പറയുന്ന ദിലീപ് മഞ്ജു വാര്യർ വിഷയം ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം നിലകൊണ്ടത് ദിലീപിനൊപ്പമായിരുന്നു. ഈ പറയുന്ന ഒരു നടിയെ ആക്രമിച്ച കേസിൽ നടിക്കായിരുന്നില്ല അദ്ദേഹം പിന്തുണ പ്രഖ്യാപിച്ച് വേട്ടക്കാരനൊപ്പമായിരുന്നു. അപ്പോൾ ഇരയ്ക്കൊപ്പം എല്ലാവരും നിൽക്കുമ്പോൾ അദ്ദേഹം വേട്ടക്കാർക്കൊപ്പം നിൽക്കും. അതാണ് പി.സി. ജോർജിൻ്റെ ട്രാക്ക്. കാര്യം എങ്കിലേ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റൂ, എന്തെങ്കിലുമൊക്കെ ആളുകൾ ശ്രദ്ധിക്കൂ, താൻ എപ്പോഴും ഒരു ലൈം ലൈറ്റിൽ ഇങ്ങനെ നിൽക്കുകയുള്ളൂ. ഇപ്പം പി.വി. അൻവറിനെ സംബന്ധിച്ചിടത്തോളം പി.വി. അൻവറിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. ഇപ്പോൾ പി.വി. അൻവർ പറയുന്ന കേൾക്കാനും അത് കൊടുക്കാനും വേണ്ടി ഇന്ന് മാധ്യമപ്രവർത്തകർ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പി.വി. അൻവറിന് തിരക്കാം. ഇന്നൊരു ചാനലിൽ ചർച്ച, നാളെ ഒരു ചാനൽ വിളിക്കുന്നു, മറ്റന്നാൾ ഒരു ചാനൽ. അപ്പം ചാനലുകൾ അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പം നിലവിൽ ഓടുന്ന വിഷയം ഏതാണോ അതിൻ്റെ പിന്നാലെ ആയിരിക്കും ചാനലുകൾ ഉണ്ടാകുക. അപ്പോൾ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ രാഷ്ട്രീയ ഭാവി എന്ന് പറയുന്നത് പി.വി. അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇല്ലാതെയാകും എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ എടുത്തു പറയേണ്ട ഒരു വസ്തുത. ഇത് കഴിയുന്നു, ഇതെല്ലാം തണുക്കും, അന്വേഷണത്തിൻ്റെ വഴിക്ക് പോകും. നാളെ ഒരു പക്ഷേ അന്വേഷണ റിപ്പോർട്ട് പി.വി. അൻവറിന് അനുകൂലമായി വന്നേക്കാം, അല്ലെങ്കിൽ പ്രതികൂലമായി വന്നേക്കാം. എന്നിരുന്നാൽ പോലും ഇത് നാളെ ഒരു രാഷ്ട്രീയത്തിൽ ചർച്ചയായി കഴിഞ്ഞിരുന്നാൽ പോലും പി.വി. അൻവറിനെ ഇനി ഇടതുപക്ഷത്തിലേക്ക് ഒരു ചാട്ടം നടക്കില്ല. അതോടൊപ്പം തന്നെ UDF-ലേക്ക് ചാടിയാൽ തന്നെ പി.വി. അൻവർ വീണ്ടും അവിടെ ഇത് തന്നെ ആവർത്തിക്കും. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ UDF-കാരും അത്ര വിശ്വാസത്തോടു കൂടി പി.വി. അൻവറിനെ സ്വീകരിക്കാനോ സാധ്യതയില്ല. അപ്പോൾ ഇങ്ങനെ എങ്ങും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് ഒരു രാഷ്ട്രീയ നേതാവായി അധപ്പതിക്കാൻ പോകുന്നതിൻ്റെ തുടക്കമായി തന്നെ വേണം പി.വി. അൻവറിൻ്റെ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളെ നമുക്ക് കാണാൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.